നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ, ഗ്രാനൈറ്റുകൾ, സാനിറ്ററി വയർ, ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ്. ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ. അമ്പലപ്പടി, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഇന്ത്യയിലെ സ്ത്രീകൾ രണ്ടു തരം ജോലികൾ ചെയ്യുന്നതായി രാഹുൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അവരുടെ വീട്ടുജോലിക്ക് തക്കതായ പ്രതിഫലം നൽകുമെന്നും രാഹുൽ ഗാന്ധി നിലമ്പൂരിൽ പറഞ്ഞു. But what people do not say is that every woman in India does two jobs. പക്ഷേ ഇവിടെ നമ്മൾ ആരും പറയാത്ത ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഓരോ സ്ത്രീയും രണ്ട് ജോലികളാണ് ചെയ്യുന്നത്. One job she does when she goes out and she works in an office, and the other job she does at home at least 8 to 10 hours a day. ജോലി ചെയ്യുന്ന സ്ത്രീകൾ പുറത്തു പോയി ജോലി ചെയ്യുന്നത് മാത്രമല്ല, പുറത്ത് ചെയ്യുന്ന ജോലിയെ കൂടാതെ ഓരോ വീട്ടിലും ഇന്ത്യയിലെ ഓരോ സ്ത്രീയും 8 മുതൽ 10 മണിക്കൂർ വരെ വീട്ടിലും ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അധികം പറയുന്നില്ല. Every man knows this, every woman knows this, but it is taken for granted. എല്ലാവർക്കും അറിയാം, എല്ലാ പുരുഷന്മാർക്കും ഈ കാര്യം അറിയാം, എല്ലാ സ്ത്രീകൾക്കും അറിയാം, പക്ഷെ ഇതാരും കാര്യമായിട്ട് എടുക്കുന്നില്ല. So we want to be the first government in history to compensate our women for the work they do at home in bringing up our children. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ചരിത്രത്തിലെ ആദ്യത്തെ ഗവൺമെന്റായി മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് തങ്ങളുടെ കുട്ടികളെ നോക്കി തങ്ങളുടെ വീട്ടിൽ അവർ ചെയ്യുന്ന ജോലിക്ക് തക്കതായ നഷ്ടപരിഹാരം, തക്കതായ പ്രതിഫലം അവർക്ക് നൽകുന്ന ആദ്യത്തെ ഗവൺമെന്റായി മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So we have 3 ideas to transform Indian women. ഇന്ത്യയിലെ സ്ത്രീകളുടെ ഇവിടെയുള്ളവരുടെ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന 3 ആശയങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. The first, what we are going to do is we are going to make a list of every single poor family in India. ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്തെ ദരിദ്രരായ എല്ലാ കുടുംബങ്ങളുടെയും ഒരു പട്ടിക ഉണ്ടാക്കാൻ പോവുകയാണ്. And then the government of India, next government of India is going to choose one woman in each family. അതിനുശേഷം ഈ പട്ടിക ഉണ്ടാക്കിയ ശേഷം രാജ്യത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന അടുത്ത ഇന്ത്യൻ ഗവൺമെന്റ് ഇതിലെ ഈ പട്ടികയിൽ നിന്ന് ഓരോ ദരിദ്ര കുടുംബത്തിൽ നിന്നും ഓരോ സ്ത്രീയെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. Now obviously these will be women who are from poor households across the country. യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായും ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് രാജ്യത്തെ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള രാജ്യമെമ്പാടുമുള്ള സ്ത്രീകളാവും. പക്ഷെ നിങ്ങൾക്കറിയാമോ, കോടിക്കണക്കിന് സ്ത്രീകൾ ഉണ്ടാവും ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്ത്രീകളെ തിരഞ്ഞെടുക്കുമ്പോൾ. And the government of India is going to put directly in their bank account 1 lakh rupees every year, 8,500 rupees every month. ഈ പറയുന്ന കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇനി അധികാരത്തിൽ വരുന്ന ഞങ്ങളുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഓരോ മാസവും 8,500 രൂപ വീതം 1 ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെ UDF ക്യാമ്പ് സജീവമായിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും രാഹുൽ ഗാന്ധിയുടെ പ്രചരണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്രൈസ്തവ നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇത്തവണ ഉയർത്തുമെന്നാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. 4 മണിയോടെയാണ് രാഹുൽ ഗാന്ധി നിലമ്പൂരിലെത്തിയത്. മിനർവ പടി മുതൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു റോഡ് ഷോ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ.